അപ്പോൾ ചിത്ര സിനി പ്ലസിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. എന്താ വെച്ചാൽ ഇന്നും എല്ലാ പടവും ഹൗസ്ഫുള്ളാണ്. ആവേശം കളിക്കുന്നുണ്ട്, അതുപോലെ ആടുജീവിതം കളിക്കുന്നുണ്ട്, അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന പറഞ്ഞ പടവും ഇവിടെ കളിക്കുന്നുണ്ട്. അടുത്തത് ഫിലിം നമ്മളെ പുതുതായി വരുന്ന ദിലീപ് ചേട്ടൻ്റെ പടം വരുന്നുണ്ട്. അത് 26-ാം തീയതി റിലീസാണ് അടുത്ത പടം വരുന്നത്. അതുപാടെ നിങ്ങളത് ഓർമ്മപ്പെടുത്തിയോ. അപ്പോൾ ഇന്ന് എല്ലാ പടവും ഹൗസ്ഫുള്ളാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. എല്ലാ പടവും ഇന്നും ഹൗസ്ഫുള്ളാണ്, ടിക്കറ്റ് ഇല്ല. മണ്ണൂർ ചിത്ര സിനി പ്ലസ് എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് കേട്ടോ. മണ്ണൂർ ചിത്ര സിനി പ്ലസ് എന്നാണ് എല്ലാ പടവും ഷോയും എല്ലാം ഹൗസ്ഫുള്ളാണ് ഇന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അടുപ്പം നിങ്ങൾക്ക് ഞാൻ എത്തിക്കുന്നത് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിത്ര സിനി പ്ലസ് കേട്ടോ. ചിത്ര സിനി പ്ലസ് എന്നാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഈ ഭാഗങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവിടെ കൗണ്ടർ കാണിക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ എത്തിക്കണത് വരുന്നുണ്ട്. നമ്മുടെ ഈ അപ്പം ഇന്നും പടം ഫുൾ ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അതൊരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിയായി. അപ്പോൾ ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്നും എല്ലാ പടവും ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ്. വർഷങ്ങൾക്ക് ശേഷം പടം മുന്നേറുകയാണ്. ആടുജീവിതം മുന്നേറുകയാണ്, അതുപോലെ ആവേശം. ഈ 3 പടവും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 3 പടവും ഫുൾ ഹൗസ്ഫുള്ളായി ഓടുന്നു കേട്ടോ. അപ്പോൾ 3 പടവും ഫുൾ ഹൗസ്ഫുള്ളായിട്ട് തന്നെ ഓടുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ചിത്ര സിനി പ്ലസിൽ ഇപ്പോൾ ചെറിയൊരു മഴ പെയ്തു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ മഴ പെയ്തു, ചെറിയൊരു മഴ പെയ്തു. അപ്പോൾ അതാണ് ഞാൻ ആ മഴ ചോർന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ പാർക്കിംഗ് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ പാർക്ക് ചെയ്യാനുള്ള വേറൊരു സ്ഥലമുണ്ട്, അതുമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പാർക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, സിനിമകളുടെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതുപോലെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇന്ന് എല്ലാ ഷോവും ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഇന്ന് ടിക്കറ്റ് ഇല്ല. അപ്പോൾ എല്ലാ ഷോവും ഞാൻ എല്ലാവരും അറിയിക്കുന്നു. അപ്പം എല്ലാ ഷോക്കും ഹൗസ്ഫുള്ളായി മുന്നേറുക. ഇന്നത്തെ ടിക്കറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ ഷോവും ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് കേട്ടോ. അപ്പം ചിത്ര സിനി പ്ലസിൽ നിന്നുള്ള ചെറിയ ചെറിയ വീഡിയോസുകൾ, നിങ്ങളെ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ടിക്കറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നും എല്ലാം ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ്. അതാണ് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മളെ മാനേജറും ഒക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, കാണിക്കുന്നത്. അപ്പോൾ പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. പാർക്കിംഗ് സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അതിൽ പാർക്കിംഗ് ചെയ്തതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അല്ല, അവിടെ ഗ്രൗണ്ടിലേക്ക് ഒരാൾ പോകണം. അവിടെ ഇതാണ് ഞാൻ വീഡിയോ ആണ് ഇപ്പോൾ എത്തിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാ പടവും ഇന്നും ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ്. ഈ 3 പടവും ഇന്ന് ചിത്ര സിനി പ്ലസിൽ മുന്നേറുകയാണ്. പക്ഷേ ഫുൾ ഹൗസ്ഫുള്ളായി തന്നെയാണ് മുന്നേറുന്നത് കേട്ടോ. അപ്പോൾ ഈ പടങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടങ്ങളുണ്ട്, അതുപോലെ ആടുജീവിതമുണ്ട്, അതുപോലെ ആവേശം. ഈ 3 പടവും ഒക്കെ ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ്. അപ്പോൾ ഇന്നും എല്ലാം ഹൗസ്ഫുള്ളാണ് കേട്ടോ. എല്ലാ ഷോവും ബുക്കിങ്ങായി ഹൗസ്ഫുള്ളായി മുന്നേറുകയാണ്. എല്ലാം ഹൗസ്ഫുള്ളാണ്. ഇപ്പോൾ ടിക്കറ്റ് ഇല്ല. അപ്പം ഈ 3 പടം കളിക്കുന്നുണ്ട്. ഇതെല്ലാം ടിക്കറ്റും ഹൗസ്ഫുള്ളാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. അപ്പോൾ ഈ കളിക്കുന്ന പടമാണ് ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പുതിയ പടം, നമ്മുടെ അടുത്ത പടമായ ആവേശം കളിക്കുന്നുണ്ട്, അതുപോലെ ആടുജീവിതം കളിക്കുന്നുണ്ട്. ഇതെല്ലാം ഹൗസ്ഫുള്ളാണ് കേട്ടോ. ഇന്നത്തെ ടിക്കറ്റ് എല്ലാം ഹൗസ്ഫുള്ളാണ്. അതാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മണ്ണൂർ ചിത്ര സിനി പ്ലസ് എന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. അപ്പം നാളത്തെ ടിക്കറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ബുക്ക് ചെയ്യുക. അതാണ് നിങ്ങളെ പറയുന്നത്. അപ്പം നാളത്തെ ടിക്കറ്റ് എല്ലാവരും ബുക്ക് ചെയ്യുക. എല്ലാം ഹൗസ്ഫുള്ളാണ് കേട്ടോ. എല്ലാ പടം ഇന്ന് രാവിലെ തൊട്ട് എല്ലാം ഹൗസ്ഫുള്ളാണ് പടം. ടിക്കറ്റ് എല്ലാം ഹൗസ്ഫുള്ളാണ്. അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മണ്ണൂർ ചിത്ര സിനി പ്ലസിലെ തിരക്ക് കാഴ്ചകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്.
എല്ലാവരും ഈ വീഡിയോ മുഴുവനായി തന്നെ കാണുക. അപ്പോൾ ഇതിലെ സിനിമയെക്കുറിച്ചുള്ള വീഡിയോസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ചിത്ര സിനി പ്ലസിലെ തിരക്കാണ്. എല്ലാം ഹൗസ്ഫുള്ളാണ്. എല്ലാ പടവും ഹൗസ്ഫുൾ. അപ്പോൾ ഇവിടെ കളിക്കുന്ന 3 പടമുണ്ട്. അപ്പോൾ 3 പടവും ഹൗസ്ഫുള്ളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഫുൾ ഹൗസ്ഫുള്ളാണ് കേട്ടോ. എല്ലാ പടവും ഹൗസ്ഫുള്ളാണ്. അതുപോലെ ആവേശം കളിക്കുന്നുണ്ട്, ആടുജീവിതം കളിക്കുന്നുണ്ട്, അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടവും കൂടെ ഇത് നിങ്ങളിലേക്ക് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ആ തിരക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ ചിത്ര സിനി പ്ലസിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ചിത്ര സിനി പ്ലസിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സിനിമകളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടുമുണ്ട്. അതാണ് ഞാൻ ഈ വെളിച്ചമുള്ള നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വെളിച്ചത്തിൻ്റെ താളാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഗ്രൗണ്ട്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ട്. അപ്പോൾ സിനിമകളിലേക്ക് വരുന്നവരുടെ പാർക്കിംഗ് ഗ്രൗണ്ട് എവിടെയാണെന്നുള്ള അന്വേഷിക്കേണ്ട. സിനിമകളുടെ തൊട്ട സൈഡിലായിട്ട് ഇതിൻ്റെ റോഡിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഈ പാർക്കിങ്ങിൻ്റെ ഗ്രൗണ്ട് കാണാം. അപ്പോൾ ഗേറ്റ് വെച്ച ഒരു ഗ്രൗണ്ട് കാണാം, പോസ്റ്റ് കാണാം, സിനിമയുടെ പോസ്റ്റ് ഉണ്ടാവും തൊട്ടടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ പാർക്കിംഗ് ഗ്രൗണ്ട് കേട്ടോ. ഈ സിനിമകളുടെ ചിത്ര സിനി പ്ലസിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സിനിമകളുടെ തൊട്ട സൈഡിലായിട്ട് ഇതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത പെട്ടെന്ന് ഇങ്ങോട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് സിനിമകളിലെ ഓണറെ ഗ്രൗണ്ട് തന്നെയാണത്. പാർക്ക് ചെയ്യാനുള്ള ഗ്രൗണ്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സിനിമകളുടെ പാർക്കിംഗ് ഗ്രൗണ്ട്.